അപ്പോഴേ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഈ റെസിപ്പി. ഒരു സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലായിട്ട് ചോറോ ചപ്പാത്തിയോ എന്ത് വേണേൽ കഴിച്ചോ, പക്ഷേ സൈഡായിട്ട് ഇതുണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് കുട്ടി കുട്ടി വഴുതനങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയും ഒരല്പം ഉപ്പുപൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ചൂട് എണ്ണയിൽ അങ്ങോട്ടിട്ട് നല്ല മൊരിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ദാ ഇതുപോലെ അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി, കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല സൂപ്പർ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ ഐറ്റം ആയിരിക്കും. ഞാനൊരു റീലിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാളയും ഒരു തക്കാളിയും ഒരു പേരിനൊരു ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴണ്ടൊന്നും പോകണ്ട. ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചേക്കുന്ന വഴുതനങ്ങയില്ലേ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പുളിയില്ലാത്ത കട്ട തൈരുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിക്കോ. ട്രസ്റ്റ് മീ ഗൈസ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.